കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ അത്യപൂർവമായ തിരക്കാണ്, വ്യാഴാഴ്ചയാണ്. എന്നിരുന്നാലും എന്ത് തിരക്കാണെന്നാണ് പറയുക, അത്രയും തിരക്ക് കാണാറില്ല, അത്രയ്ക്കും തിരക്കാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. പടിഞ്ഞാറ നടയൊക്കെ പോയി KSRTCയുടെ അതുവറ്റൊക്കെ എത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്കും തിരക്കാണ്. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിൽ പോയിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യുക. ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ ആ കുചേലൻ്റെ ശില്പവും കണ്ടു തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് അനന്തശയനവും കണ്ടു തൊഴുത് നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ടു തൊഴുത് വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കണ്ടു തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അപ്പോൾ നല്ല പ്രകാശം, ആകെ പ്രകാശമാണ്. അങ്ങനെ ആ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്, അതേപോലെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ വലത്തെ കയ്യിൽ ഓരോ താമരപ്പൂവ്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുള്ള. അപ്പോൾ ആ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, മാറത്തൊരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ 3 തിരുമുടിമാല ഉണ്ട്, അതേപോലെ 2 ഉണ്ടമാലയുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ആകെ തിളക്കങ്ങളാവുകൊണ്ടേ ഓരോ കുറി പൊട്ടുകൾ നിറയെ തിളക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. വ്യാഴാഴ്ചയാണ്, നല്ല ഗുരുവായൂരപ്പൻ്റെ പ്രീതി നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമുക്കങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തൊഴുത് ഇറങ്ങാം. എന്നിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം, സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അവിടെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള ചന്ദനച്ചാർത്തായിട്ടില്ല, കിരീടം വെച്ചിട്ടുണ്ട്, അതേപോലെ മാലകൾ ധാരാളം ചാർത്തിയിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അരയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ നേരെ നമ്മൾ കാണുന്നത് ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് നേരെ മേൽശാന്തിന് അവിടുന്ന് അർച്ചനപ്രസാദം വാങ്ങാം. വാമനരൂപവും ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ നിറയെ പൂക്കളുണ്ട്. ഒരു ചെണ്ടുമല്ലിമാല ഉണ്ട് ബ്രഹ്മാവിന്, അതേപോലെ ലക്ഷ്മി ദേവിയുടെ അവിടെ മാലയുണ്ട്, താമരമാലകളുണ്ട്, തുളസിമാലകളുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് ഭീഷ്മ പിതാമഹരെ ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ പിന്നീട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ മുരുകനെയും കണ്ടു തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അവിടെ മാലകളുണ്ട്, കുങ്കുമം ഒരു കുറച്ചേ ഉള്ളൂ, തുള്ളിയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിരാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം.
പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അതേപോലെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരിനെയും വസുദേവരെയും ഒക്കെ ആ ഉണ്ണീനായിട്ട് കൊണ്ടുപോകുന്ന അനന്തൻ്റെ കുടയിൽ പോകുന്ന ആ കാഴ്ചയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. പിന്നീട് അങ്ങനെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടേക്കൊക്കെ ഒന്ന് എത്തിപ്പെടണമെങ്കിൽ ഇന്ന് നല്ല പാടാ, അത്രയും തിരക്കാട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാനും ഇങ്ങോട്ട് കിടക്കാനും ഭഗവതിയുടെ അവിടെ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. എന്നാലും നമുക്ക് പോയി തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ ആകെ ചുവപ്പിലാണ് കേട്ടോ. ഗോളകയാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ ചുവന്ന മാലകളും ചുവന്ന പട്ടും ഒക്കെ എടുത്തിട്ടാണ്, അതിസുന്ദരിയായിട്ട് തന്നെയാണ്. ഗോളകയാകുമ്പോൾ പറയാനില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അപ്പോൾ നമ്മളെ മനസ്സ് മമ്മിയൂരപ്പൻ്റെ ആ കാൽപാദത്തിലെത്തി. അപ്പോൾ അവിടുത്തെ ഉള്ള അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് വരുമ്പോൾ വീണ്ടും നമ്മൾ ഭഗവാന്റെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് താമരപ്പൂവും അതേപോലെ പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. ആ കിടാവിളക്ക് കാണാം. അതുപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ മുഖത്തൊക്കെ നല്ല രസമായിട്ട് ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ച് പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ മാലകളുണ്ട്. മഞ്ഞപ്പട്ടും അതേപോലെ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ വീണ്ടും നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള ആ ബാലഗോപാലനെയും വേണുഗോപാലൻ അങ്ങനെ കണ്ട് തൊഴുത് മുരളീധരനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് വീണ്ടും ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് എത്തി കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.